ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കണ്ടന്റോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഒന്നല്ല, ജസ്റ്റ് നമുക്കൊന്ന് സംസാരിക്കാം, ഒരു ചിറ്റ് ചാറ്റ് ആ ഒരു രീതിക്കുള്ള വീഡിയോ ആണ്. ഞാൻ അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടുള്ളതല്ല കേട്ടോ. എനിക്കിങ്ങനെ എന്താണോ സംസാരിക്കാൻ തോന്നുന്നത് അതിങ്ങനെ ഫ്ലോയിൽ സംസാരിച്ച് പോവാവും. ഞാൻ അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. സോ അതിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതേപോലെ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് ഇതിന് ഏണിങ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടിത്തുടങ്ങിയത്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഏണിങ്സിനെ പറ്റി പറയാനും അതേപോലെ തന്നെ എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് ഇതുവരെയുള്ള എൻ്റെ ഒരു ജേണി ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് പറയാന്നുള്ളതും, പിന്നെ എനിക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങിയപ്പം എൻ്റെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഞാൻ അങ്ങനെ അത്രയും വേണ്ടപ്പെട്ടവർക്കൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചു. പിന്നെ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, ഇതൊക്കെ ഇപ്പൊ ഇത്ര വലിയ സംഭവമാണോ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത്, അതൊക്കെ ഇപ്പൊ ഞങ്ങളോട് എന്തിനാ പറയണതെന്നൊക്കെ പറയുന്നവരോടും ചിന്തിക്കുന്നവരും ഉണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കൊന്നും പറയാനില്ല അവരോട്. എനിക്ക് പറയാനുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ പതിയെ നമുക്ക് തന്നെ നോക്കാൻ പറ്റുന്ന ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ആവുന്ന പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളുടെ പാരന്റ്സിനൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും. ഏറെക്കുറെ ആൾക്കാർ അത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും അറിയുന്നുണ്ടാവില്ല, എല്ലാവരും അത് കാണിക്കുന്നുണ്ടാവില്ല, മറ്റുള്ളവരോട് അറിയിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇത് കാണിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു വീഡിയോ ക്രിയേറ്റർ അല്ലേ. സോ അതുകൊണ്ട് എനിക്കിതൊരു കോണ്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു വെക്കുന്നതും. അതേപോലെ തന്നെ മെയിൻലി ഇതെന്റെ ഒരു മെമ്മറിയാണ്. പിന്നെ ഞാനിത് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ ഇടും കൂടെ ചെയ്യുമ്പോൾ അത് സേഫ് ആണ്. യൂട്യൂബിൽ ഇട്ടാൽ പിന്നെ അവിടെ കിടന്നോളും. വേറെ കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാച്ചെങ്കിൽ ആ വീഡിയോ അവിടെ കിടന്നോളും. അപ്പൊ നമുക്കിതൊരു, ഞാൻ മെയിൻലി എന്റെ യൂട്യൂബ് ചാനലിലെ കാണുന്നത് എനിക്കിതൊരു മെമ്മറി എടുത്തു വെക്കുന്ന എനിക്കൊരു ആൽബം കണക്കാണ് എന്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറയുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഇഷ്യൂ ഒക്കെ വരുമ്പം നമുക്ക് എല്ലാ വീഡിയോസും കൂടിയിട്ട് ഇങ്ങനെ ഫോണിൽ സൂക്ഷിച്ച് വെക്കാന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു ഇമെയിൽ ഐ ഡിയിൽ യൂട്യൂബ് ചാനലും ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ വെച്ചെങ്കിൽ നമുക്കിതൊരു മെമ്മറിയാണ്, നമുക്ക് ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കിത് എത്രയും പെട്ടെന്ന് എന്റെ യൂട്യൂബ് ചാനൽ ഇടാച്ചെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം എനിക്ക് സ്റ്റോറേജ് ഇഷ്യൂ വന്നിട്ട് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനും വലിയ വിഷമായിരിക്കും. അപ്പം ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോ അതുകൊണ്ട് ഞാനിത് കോണ്ടന്റ് ആക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളത്. പക്ഷെ എല്ലാവരും ഇതേപോലെ തന്നെ ഏർണിങ്സ് കിട്ടുമ്പോൾ അത് അവർക്ക് സന്തോഷമായിട്ട് മാറുകയും പാരന്റ്സിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നത് എല്ലാവരും അറിയുന്നില്ല. പക്ഷെ എന്നെ പോലത്തെ യൂട്യൂബേഴ്സ് ഒക്കെ ആണെച്ചെങ്കിൽ അവർ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പോലും അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കുന്നു. പക്ഷെ വിഷമങ്ങൾ എല്ലാവരും കാണിക്കുന്നില്ല, സന്തോഷങ്ങളാണ് ഏറെക്കുറെ പേരും കാണിക്കുക. ഞാനും ആ കൂട്ടത്തിൽ തന്നെയാണ്. സോ അതുകൊണ്ട് എനിക്കിതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഭയങ്കരമായിട്ട് കുറെ സംസാരിക്കുന്നുണ്ടല്ലേ, അറിയില്ല കേട്ടോ. എനിക്കറിയില്ല, ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു മൂഡിലാണ് ഇപ്പോൾ. സോ അതുകൊണ്ടായിരിക്കണം ഞാൻ അങ്ങനെ വാചാലയായി പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ കുറെ പേർക്കുള്ള ഒരു ഡൗട്ടാണ്, ഇതൊക്കെ എത്ര കാലം ഉണ്ടാവും, ഇതിനൊക്കെ നമുക്ക് എപ്പോഴും വരുമാനം കിട്ടണമെന്നുണ്ടോ എന്നൊക്കെ. ഒരു ഉറപ്പില്ല. നമുക്ക് ഈ കോണ്ടന്റ് ക്രിയേഷൻ ഒന്നും നമുക്ക് എല്ലാ കാലത്തും പൈസ കിട്ടുന്നുള്ളതൊന്നും നമുക്ക് യാതൊരു ഉറപ്പില്ല. അല്ലെങ്കിലും എന്തിനാ ഉറപ്പുള്ളത്? നമ്മുടെ ജീവിതത്തിൽ എന്തിനാ ഉറപ്പുള്ളത്? നാളെ നടക്കാൻ പോകുന്ന കാര്യത്തിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നാളെ ഇതൊക്കെ ഉണ്ടാവുന്നുള്ളതിന്, നാളെ നമ്മൾ ഉണ്ടാവുന്നുള്ളതിനൊന്നും ഉറപ്പില്ലല്ലോ. സോ അതുകൊണ്ട് കോണ്ടന്റ് ക്രിയേഷൻ ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഒന്നിനും ഉറപ്പില്ല. നമ്മൾ ചെയ്യുന്ന വേറെ എന്ത് ജോലിയാണെങ്കിലും ആ നാളെ എനിക്ക് ആ ജോലി ഉണ്ടാവുന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല. സോ അതുകൊണ്ട് അന്ന് വെച്ചിട്ട് ഭാവിയിൽ ഇതൊക്കെ നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ തന്നെ നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഭാവിയിൽ യൂട്യൂബ് ഇല്ലാണ്ടായാൽ പണി നിർത്തേണ്ട വരും, ഇൻസ്റ്റാഗ്രാം ഇല്ലാണ്ടായാൽ പണി നിർത്തേണ്ടി വരും. പിന്നെ നമ്മൾ വേറെ പണി നോക്കണം. അതത്രേ ഉള്ളൂ. അന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പൊ തന്നെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് മാക്സിമം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്ന അത്രയൊക്കെ ഏൺ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അതിനിപ്പൊ തന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയാൽ മതി. അപ്പോ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു സമയമായി എന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 3 വർഷത്തിന്റെ മുകളിലായി കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കിപ്പോഴാണ് ഏണിങ്സ് കിട്ടി തുടങ്ങുന്നത്. എല്ലാ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ആഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നതും. നമുക്ക് ഇതിന് ഏണിങ്സ് കിട്ടിയിട്ടോ എന്ന് വേറൊരാളോട് പറയുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അപ്പൊ അത് എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് അറിയിക്കണം എന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനുള്ള സമയമായിരുന്നില്ല. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പേടിയാണ്. എനിക്കൊരു സന്തോഷം എന്റെ ജീവിതത്തിൽ വന്ന് എന്നുള്ളത് മറ്റുള്ളവരോട് പറയാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാ. എന്താണെന്നറിയില്ല, എനിക്ക് അതൊരു ഭയങ്കര പേടിയാ. പക്ഷെ ഞാൻ പറയാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു സമയമായി എന്നിപ്പോ തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനൊക്കെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. നാളെ എന്ത് എന്നുള്ളതിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ എന്താ പറയാ, ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ കോൺസെപ്റ്റിലോട്ട് കടക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ സബ്സ്ക്രൈബേഴ്സ്, അതായത് എന്റെ ഫാമിലി എന്ന് തന്നെ പറയാം. അപ്പം അവരോട് എനിക്ക്
ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടക്കം മുതൽ ഇതുവരെ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ എനിക്ക് ഒരുപാട് താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കേട്ടോ. അപ്പം എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാ വ്ളോഗ് കാണാനും അതേപോലെ തന്നെ അങ്ങനെ ഷോപ്പിംഗ് വ്ളോഗ് കാണാനും മേക്കപ്പ് പ്രോഡക്ട്സിന്റെ വീഡിയോസ് കാണാനും അങ്ങനെ എനിക്ക് യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ലൈഫ് സ്റ്റൈൽ വ്ളോഗ് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എനിക്കും അതേപോലെയൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ. എനിക്ക് എന്തോ ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനും അങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ. എന്നിട്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴല്ലോ വാട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നതും യൂട്യൂബേഴ്സ് ഒക്കെ വാട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ചെയ്യാറുണ്ടല്ലോ. എനിക്ക് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ബാഗിലൊന്നും ഉണ്ടാവില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ ചപ്പലൊക്കെ ഹാരിട്ടിട്ട് വെറുതെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കും. എന്നിട്ട് എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും. ഒന്നും വിചാരിച്ചിട്ടില്ല, ഞാനിങ്ങനെ ചെയ്തു എന്നുള്ള രീതിക്ക് അങ്ങനെ അയച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് യൂട്യൂബർ എന്നുള്ള രീതിക്കൊക്കെ അവരെ കളിയാക്കി പറയും, സ്റ്റാറ്റസ് ഇടും, അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, എനിക്ക് എന്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നുള്ളത് ചോദിച്ചു. ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള സാധനം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ, ഒന്ന് തുടങ്ങിയാലോ എന്നുള്ള ഒരു സംഭവം എൻ്റെ മൈൻഡിൽ വന്ന്. പക്ഷെ എനിക്ക് തുടക്കം എന്താ പറയാ, എനിക്കത് എങ്ങനെ തുടങ്ങേണ്ടത്, അതേപോലെ തുടങ്ങിയ ഇതേപോലെ തന്നെ നമ്മൾ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമോ, ഞാനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലേ എനിക്ക് തുടക്കത്തിൽ എല്ലാ യൂട്യൂബേഴ്സിനും ഉണ്ടാവുന്ന എല്ലാ ഡൗട്ടുകളും എനിക്കുണ്ടായിരുന്നു. എനിക്കൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആവോ, എനിക്ക് ഇതിന്നൊക്കെ വരുമാനം കിട്ടുമോ, എന്റെ ചാനലൊക്കെ മോണിറ്റൈസ് ആവോ, ഇതുകൊണ്ടൊക്കെ എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങി നിന്നിട്ട് എല്ലാം സെറ്റാക്കി, പേരിട്ടു, മൊത്തം യൂട്യൂബ് ചാനൽ ഞാൻ സെറ്റാക്കി വെച്ചു. പക്ഷെ എനിക്ക് വീഡിയോസ് ഇടാനുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ കാരണം അതങ്ങനെ വീഡിയോസ് ഇടാണ്ട് ഇങ്ങനെ കിടന്നു. അതിന് കുറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് പ്രോപ്പർ ആയിട്ടൊരു ഫോണില്ല, സ്റ്റോറേജുള്ള ഫോണില്ല, അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു. സോ അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഞാൻ ഇടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉറപ്പിച്ചു, വീഡിയോസ് ഇപ്പൊ തന്നെ ഇടണ്ട, യൂണിവേഴ്സിറ്റിയിൽ ആയിക്കോട്ടെ അതിന്റെ തുടക്കം എന്ന് ഞാൻ വിചാരിച്ചു. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു. ഞാൻ ബികോം ആയിരുന്നു. അപ്പൊ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. മാത്രമല്ല കൊറോണയുടെ ടൈം ആയിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്താണ് ഏറെക്കുറെ യൂട്യൂബേഴ്സും പൊട്ടിമുളച്ച് വന്നത്. ഞാനും ആ ഒരു സമയത്ത് വന്ന യൂട്യൂബർ തന്നെയാണ്. വേറെ പരിപാടീസ് ഒന്നുമില്ല, നമുക്ക് വീട്ടിലിരുന്ന് നട്ടപ്രാന്ത് പിടിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ അങ്ങനെ നട്ടപ്രാന്ത് പിടിച്ചപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാളെന്നല്ല, ആ ഒരു സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു എന്റെ മനസ്സിൽ ഇതിങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എനിക്ക് ഇഷ്ടമായിരുന്നു വീഡിയോസ് എടുക്കാനും ഇതേപോലെ സംസാരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു, വീഡിയോസ് ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഇടുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ PGക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എൻട്രൻസ് എഴുതിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടുമല്ലോ, അപ്പൊ അവിടെയൊക്കെ കിട്ടിയതിന് ശേഷം അവിടുന്ന് തുടങ്ങാം, അവിടുന്ന് ആയിക്കോട്ടെ എന്റെ ഫസ്റ്റ് വീഡിയോ അവിടുന്ന് ആയിക്കോട്ടെ, അവിടുന്ന് ഒരു നല്ല തുടക്കത്തോട് കൂടിയിട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് വെയിറ്റ് ചെയ്തു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടി. എനിക്ക് ഭയങ്കര വഴിത്തിരിവായിട്ടുള്ള എന്താ പറയാ ഒരു കാര്യമായിരുന്നു കേട്ടോ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുന്നത്. എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ച ഒരു ക്യാമ്പസ് ആണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയ കുറെ അവഗണനകളുണ്ട്. യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കിട്ടിയതല്ല, അതിന് മുന്നേ നമ്മളെ പഠനകാലത്ത് കിട്ടിയ കുറെ അവഗണനകൾ, അതേപോലെ ഞാൻ പല കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് എന്താ പറയാ നമ്മളെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മറികടന്ന് എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചെടുത്ത ഒരു ക്യാമ്പസ് ആയിരുന്നു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുന്നത്. എനിക്ക് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ. അവൻ MCOM ആയിരുന്നു, എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അവിടെ നിന്നായിരുന്നു എന്റെ യൂട്യൂബ് ചാനലും തുടങ്ങിയത്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ വ്ളോഗ് ഇടാൻ ഒരു മടി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഡാൻസ് വീഡിയോയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഐ തിങ്ക് എന്റെ ഫ്രഷേഴ്സ് ഡേയുടെ വീഡിയോ ആണ്. ഫ്രഷേഴ്സ് ഡേക്ക് ഞങ്ങൾ എല്ലാവരും പാടെ നല്ല രസമായിട്ട് ഒരു ഡാൻസ് ഒക്കെ പഠിച്ച് നമ്മൾ എന്ത് ചെയ്തു, ആ ഡാൻസിന്റെ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനലിൽ ഇടുന്നത്. അതാണെച്ചെങ്കിൽ കുറെ പ്രശ്നമുണ്ടായിരുന്നു അവിടെ യൂണിവേഴ്സിറ്റിയിലാണെച്ചെങ്കിൽ. ആ സമയത്ത് വൈഫൈന്റെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, നമ്മുടെ നെറ്റ് അവിടെ ഭയങ്കര സ്ലോ പറഞ്ഞാൽ നമ്മുടെ നെറ്റ് ഒന്നും അവിടെ തന്നെ വർക്ക് ചെയ്യത്തില്ല, അങ്ങനെ നമുക്ക് വിളിച്ചാലൊന്നും കിട്ടൂല, അങ്ങനത്തെ ഒരു ഏരിയ. അപ്പൊ അവിടെ ഞാൻ കഷ്ടപ്പെട്ട് കുത്തിരുന്നിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. പിന്നെ കുറെ പേരെ കൊണ്ട്, ഫ്രണ്ട്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു, കുറെ പേരെ കൊണ്ട് വീഡിയോ കാണിപ്പിച്ചു. അങ്ങനെയൊക്കെ ഞാൻ പതുക്കെ ഗ്രോ ചെയ്തു. 1000 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടു. അതായത് ഒരു വർഷം കൊണ്ടൊന്നും എനിക്ക് 1000 സബ്സ്ക്രൈബർ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 1000 സബ്സ്ക്രൈബർ ഒക്കെ ആവുമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. കാരണം 1000 സബ്സ്ക്രൈബർ, നമുക്ക് മോണിറ്റൈസേഷൻ 1000 സബ്സ്ക്രൈബർ മതി. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് മാത്രം പോരാ, വാച്ചിങ് അവേഴ്സ് വേണം. ഒന്നെങ്കിൽ ഷോർട്സിന് 10 മില്യൺ വ്യൂസ്, അല്ലെങ്കിൽ ലോങ് വീഡിയോക്ക് എത്ര വേണം, 4000 വാച്ചിങ് അവേഴ്സ് വേണം.
അപ്പൊ സബ്സ്ക്രൈബർ ക്ലോസ് ചെയ്തു. പിന്നെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് വാച്ചിങ് അവേഴ്സ് അല്ലെങ്കിൽ ഷോർട്സിന് 10 മില്യൺ വ്യൂസ് ആയിരുന്നു. അപ്പൊ അത് വലിയൊരു കടമ്പയാണ്. പക്ഷെ ആ ഒരു കടമ്പ കടക്കാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ഞാൻ അനുഭവിച്ച ഒരു വെല്ലുവിളി യൂട്യൂബ് മേഖലയിൽ എന്ന് പറയുന്നത്. എനിക്ക് നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല, നല്ല ക്വാളിറ്റിയിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല ഫോണിൽ. അങ്ങനെ കുറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇതായിരുന്നു എന്റെ കയ്യിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത്. എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഫോൺ എന്ന് പറയുന്നത് ഇതാണ്, വിവോ ആണ് ഫോൺ. ഈ ഫോൺ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു അച്ഛൻ എനിക്ക് ഫോൺ വാങ്ങിച്ചത്. ഈ ഫോൺ വാങ്ങിച്ചതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് ഫോൺ എനിക്ക് വാങ്ങിച്ചത് +2 കഴിഞ്ഞതിന് നിൽക്കണം വെക്കേഷൻ ടൈമിലായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഒരു വർഷം പോലും, അതായത് എന്റെ ഫസ്റ്റ് ഫോൺ വാങ്ങിച്ചിട്ട് ഒരു വർഷം പോലും ആവുന്നതിന് മുന്നേ തന്നെ എന്റെ ഫോണ് മോഷണം പോയി. കേസൊക്കെ കൊടുത്ത് സാധനം കിട്ടിയില്ല. എങ്ങനെയാണ് എന്താണ് സാഹചര്യം എന്ന് ഞാൻ പറയുന്നില്ല. കേസൊക്കെ കൊടുത്തായിരുന്നു, പക്ഷെ ഒന്നും കിട്ടുമൊന്നും ചെയ്തില്ല. ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി കേസ് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോയില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഫോൺ പോയപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഫോൺ വാങ്ങിച്ചു തരാൻ പറ്റുന്ന ഒരു എന്താ പറയാ കണ്ടീഷനിലൊന്നും ആയിരുന്നില്ല എന്റെ അച്ഛൻ. സോ അതുകൊണ്ട് ഞാൻ കുഞ്ഞൊരു നോക്കിയ ഫോൺ, ഞെക്കുന്ന നോക്കിയ ഫോൺ ഉണ്ടല്ലോ, തൽക്കാലത്തേക്ക് എന്നെ വിളിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛൻ എനിക്കൊരു നോക്കിയ ഫോൺ വാങ്ങിച്ചു തന്നു. അങ്ങനെ ആ ഫോണായിട്ട് ഞാൻ കുറച്ചു കാലം കൊണ്ടുനടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കോമ്പറ്റീഷൻ ജമ്മു കാശ്മീരിൽ എന്റെ കോമ്പറ്റീഷൻ വന്നു. വുഷുവിന്റെ നാഷണൽസ് വന്നു. അങ്ങനെ നാഷണൽസിന് എനിക്ക് പോകുമ്പോൾ ഞാൻ ഈ ഞെക്കുന്ന ഫോണായിട്ട് ഞെക്കുന്ന ഫോണായിട്ട് പോയിട്ടെന്ന് വെച്ചെങ്കിൽ ഞാൻ എങ്ങനെ എന്റെ മെമ്മറീസ് ക്യാപ്ചർ ചെയ്യും, വീഡിയോസ് എടുക്കണം, എനിക്ക് ഫോട്ടോസ് എടുക്കണം, അങ്ങനെയൊക്കെ. അതൊക്കെ നമ്മുടെ മെമ്മറീസ്. അന്നൊന്നും ഞാൻ ചാനൽ തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഞാൻ ആദ്യമായിട്ട് എന്താ പറയാ കേരളം വിട്ടെന്നെ ആദ്യമായിട്ട് പുറത്തു പോവാണെന്ന് തോന്നുന്നത് എന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് കേരളം വിട്ട് പുറത്തു പോയത് ജമ്മു കാശ്മീരിലോട്ടായിരുന്നു. സോ അങ്ങനെ പോകുന്ന എനിക്ക് ആ ഞെക്കുന്ന ഫോണായിട്ട് പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ അതുകൊണ്ട് അച്ഛന് എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു ഫോൺ, എനിക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു തന്നെ. എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ല, നേരെ കൊണ്ടുപോയി ഫോൺ കടയിൽ പോയിട്ട് വാങ്ങിച്ചൊരു ഫോൺ. അന്ന് ഈ ഫോൺ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഫോണാണ്. ആ സമയത്തൊക്കെ ഈ ഒരു ഫോൺ നല്ല ഫോണാണ് കേട്ടോ. ഇപ്പോഴും ഈ ഫോൺ വർക്കിംഗ് ആണ് ഗൈസ്. ഇപ്പൊ എത്ര വർഷമായി. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ കഴിയാനാകുമ്പോഴാണ് ഈ ഫോൺ എനിക്ക് വാങ്ങിച്ചത്. ഇപ്പൊ ഞാൻ ഡിഗ്രിയും കഴിഞ്ഞു, പിജിയും കഴിഞ്ഞപ്പോൾ 2 വർഷം ആവാനായി. അപ്പോൾ എത്ര ആയിണ്ടാവും. ഇപ്പോഴും ഈ ഫോൺ വർക്കിംഗ് ആണെന്നുള്ളതാണ്, ഒരു കുഴപ്പമില്ല. സ്റ്റോറേജ് വിഷയം ക്യാമറ ക്വാളിറ്റി പ്രശ്നം, അങ്ങനെ പ്രശ്നമുള്ളൂ. ഇതിന് 6000 സംതിങ് എങ്ങാണ്ട് ഇതിന് ആ സമയത്ത് പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വാങ്ങിച്ചൊരു ഫോണാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഫോണിലാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പിന്നീട് അങ്ങോട്ട് നല്ലപോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഈ ക്യാമറ ക്വാളിറ്റി വിഷയങ്ങളും സ്റ്റോറേജ് ഇഷ്യൂ ഒക്കെ കാരണം എനിക്ക് ഈ ഫോണിൽ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ ക്വാളിറ്റി പെട്ടെന്ന് സ്റ്റോറേജ് ഫുൾ ആവുക, അഥവാ സ്റ്റോറേജ് ഫുൾ എന്നിട്ട് നമ്മൾ കുറേശ്ശെ എടുത്തെടുത്തൊരു വീഡിയോ ആയിട്ടുള്ള സാധനം ആക്കി എന്നിട്ട് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ സ്റ്റോറേജ് ഇഷ്യൂ കാരണം എഡിറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഫോണിലുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അങ്ങനെ ഞാൻ അതൊക്കെ കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് എന്താ പറയുക ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ വീണ്ടും വീഡിയോ ഡൗൺലോഡ് ആവില്ല. അങ്ങനെ മൊത്തത്തിൽ സീനായിട്ട് എനിക്ക് വലിയ ലോങ് വീഡിയോസ് എനിക്ക് വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്ത് ആദ്യം പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത സാധനം വീണ്ടും എനിക്ക് അത് ക്യാൻസൽ ആയി പോയിട്ട് വീണ്ടും റീ എഡിറ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നത് എനിക്ക് എത്രയോ കരഞ്ഞിട്ടുണ്ട് ഞാൻ. എനിക്ക് കൈ കണക്കില്ല. കാര്യം നമ്മൾ അത്ര ആത്മാർത്ഥത്തോടെ ഒരു വർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്കത് വീണ്ടും അത് മൊത്തം ഡിലീറ്റ് ആയി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാന്ന് പറയുന്നതൊന്നും ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. എസ്പെഷ്യലി എഡിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ അത്രയും ക്ഷമയോട് കൂടിയിട്ട് പീസ്ഫുൾ ആയിട്ട് നമ്മൾ ആ വർക്കിനോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ക്ഷമയോട് കൂടി പീസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഡിലീറ്റ് ആയിട്ട് പോയിട്ട് വീണ്ടും ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇത്രയും ചൊറ പിടിച്ചൊരു കാര്യമില്ല. സോ ഞാനത് ഭയങ്കരമായിട്ട് നേരിട്ടുള്ള ഒരാളാണ് സ്റ്റോറേജ് വിഷയം കാരണം കൊണ്ട്. അങ്ങനെ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, എന്റെ ഫോണിൽ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ല, ഒരു ഫോണൊക്കെ കിട്ടിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഇയറിൽ ഞാൻ തുടങ്ങി. PG ഫസ്റ്റ് ഇയറിൽ ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. പക്ഷെ ഈ വിഷയം കാരണം ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പോകുമ്പോഴായിരുന്നു എന്റെ ഫ്രണ്ട് ഖുഷിയോട് ഞാൻ പറഞ്ഞത് എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്റെ ഫോൺ തരുമോ. എന്നിട്ട് ആ വീഡിയോസ് കാരണം അവളുടെ ഫോൺ പുതിയതായിരുന്നു. അപ്പൊ അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളുണ്ടായിരുന്നു ക്യാമറ. അപ്പോൾ എന്താ പറയുക അവളുടെ ഫോണിൽ വീഡിയോസ് എടുക്കാം, എന്നിട്ട് ടെലഗ്രാം വഴി എൻ്റെ എനിക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പൊ എനിക്ക് ആവശ്യമുള്ള വീഡിയോസ് മാത്രം എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൺവീനിയന്റ് ആയിരുന്നു അങ്ങനെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ 2-3 വട്ടമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി എന്താ പറയാ നമുക്ക് എല്ലാവർക്കും അവനാന്റെ ഫോൺ എന്ന് പറഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ടതാ. സോ എന്താ പറയാ അവൾക്ക് ആവശ്യമുള്ള സമയത്ത് അവൾ ഫോൺ അവൈലബിൾ ആയിട്ടില്ല വെച്ചെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. സോ എനിക്കത് അവൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ അത് നിർത്തി. ഞാൻ പിന്നെ കുറേ കാലം മാസങ്ങളോളം പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. യൂട്യൂബ് ചാനൽ വീഡിയോസ് ആയിട്ടല്ലോ ഒന്നും ഉണ്ടായതല്ല. ഞാൻ അത് ഞങ്ങളെ കംപ്ലീറ്റ്ലി നിർത്തി. ഇനി എന്നാണ് ഒരു പുതിയ ഫോണൊക്കെ മേടിക്കുന്നത് അന്ന് എന്ത് ചെയ്യാം വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങാൻ വെച്ചിട്ട് ഞാൻ ആ പരിപാടി നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഏട്ടൻ്റെ കല്യാണം എൻ്റെ മൂത്തേട്ടൻ്റെ കല്യാണം കേട്ടോ. അപ്പൊ മൂത്തേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. നാത്തൂൻ വീട്ടിൽ വന്നു. നല്ലൊരു നാത്തൂനായിരുന്നു. അതുകൊണ്ട് എന്താ പറയാ അങ്ങനെ ആരും പറഞ്ഞു കേൾക്കാത്തൊരു വാക്കല്ലേ ഞാൻ പറഞ്ഞത്. നല്ലൊരു നാത്തൂനായിരുന്നുള്ളത്. നല്ലൊരു നാത്തൂനായിരുന്നു. അതുകൊണ്ട് അവളുടെ ഫോണ്
ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ അവളെ എടി എനിക്ക് വീഡിയോസ് വേണമെങ്കിൽ ഇതിലെടുത്തോ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ എനിക്ക് അവള് വീഡിയോസ് എടുക്കാൻ വേണ്ടി തരും. എന്നിട്ട് ഞാൻ അത് ഫോണിൽ നിന്ന് ഞാൻ ഏട്ടന്റെ ലാപ്പ് കല്യാണം കഴിഞ്ഞ സമയം ആയതുകൊണ്ട് ഏട്ടന്റെ ലാപ്പൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഏട്ടൻ എന്താണ് അബ്രോഡ് പോകുമ്പോൾ കൊണ്ടുവരുന്ന ലാപ്പാണ്. അപ്പൊ അതൊക്കെ വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ അവളെ ഫോണിൽ നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് അതിന് ഞാൻ വീഡിയോസ് ഞാൻ ലാപ്പിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് രാവും പകലും ഒന്നും ഇല്ലാണ്ട് അതിലൊന്ന് എഡിറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അത് സെക്കൻഡ് ഇയറിലാണ് ഞാൻ ആ പരിപാടി തുടങ്ങിയത്. ഫസ്റ്റ് ഇയറിൽ ഞാൻ എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസ് ഫോണിന്റെ അപര്യാപ്തത മൂലം ഞാൻ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്തതിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഇയറിൽ അങ്ങോട്ട് പഠിക്കുമ്പോഴായിരുന്നു ഏട്ടന്റെ കല്യാണം കഴിഞ്ഞതും നാത്തവും വന്നതും. അവളുടെ ഫോണിലെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ ലാപ്പിൽ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ തുടങ്ങി. നമുക്ക് അത്യാവശ്യം എന്താ പറയാ വ്യൂസും കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഇങ്ങനെ കയറാൻ തുടങ്ങി. നമ്മളെ വാച്ചിങ് അവേഴ്സ് ഒക്കെ കയറാൻ തുടങ്ങി. അപ്പോഴാണ് അത് എന്താ പറയുക വെക്കേഷൻ ടൈമിലായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ക്രിസ്മസ് വെക്കേഷനിലായിരുന്നു. ആ ടൈമിലെങ്ങാണ്ടായിരുന്നു എന്റെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞത്. വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ പിന്നെ എനിക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല, നാത്തൂന്റെ ഫോണല്ലേ, അപ്പൊ ഫോൺ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അപ്പൊ എന്താണ് എനിക്കാണെങ്കിൽ വാച്ചിങ് അവേഴ്സ് കൂടും ചെയ്ത് ഞാൻ ഇനിയിപ്പോ എന്റെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പം വീഡിയോസ് ഞാനിങ്ങനെ എനിക്ക് അത്യാവശ്യം വാച്ചിങ് അവേഴ്സ് കയറി. ഇനിയിപ്പോ ഞാനെങ്ങനെ ബ്രേക്ക് എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ആ വാച്ചിങ് അവേഴ്സ് മൊത്തത്തിൽ അങ്ങോട്ട് കുറയും. അത് കുറഞ്ഞിട്ട് വെച്ചെങ്കിൽ പിന്നെ ഞാൻ ആദ്യം തൊട്ട് വീണ്ടും ഒന്നേന്ന് പണിയെടുത്ത് തുടങ്ങാം. അങ്ങനെ കുറെ റിസ്ക് ഉണ്ടല്ലോ. വാച്ചിങ് അവേഴ്സിനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ് 4000 വാച്ചിങ് അവേഴ്സ് ആക്കുക എന്നുള്ളത്. സോ ഞാൻ കുറച്ച് വാച്ചിങ് അവേഴ്സ് എനിക്ക് ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ തുടങ്ങുമ്പോൾ ഒരു വർഷത്തിന്റെ ഉള്ളിൽ 4000 വാച്ചിങ് അവേഴ്സ് ആക്കണം എന്നാണ്. അപ്പം ഞാനത് വീണ്ടും ബ്രേക്ക് എടുക്കുകയാണെച്ചെങ്കിൽ ഞാൻ എന്റെ PG കഴിയുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണെച്ചെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. വാച്ചിങ് അവേഴ്സ് ഞാൻ ആദ്യം തൊട്ട് വീണ്ടും ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ. ഒന്ന് എന്നുള്ള വാച്ചിങ് അവേഴ്സിന് പിന്നെ ഞാൻ വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഞാൻ എന്റെ ആവശ്യം ശക്തമായി, എനിക്കൊരു ഫോൺ വേണം, നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ ഉള്ള നല്ല സ്റ്റോറേജ് ഉള്ള ഒരു ഫോൺ എനിക്ക് വേണം. അല്ലെന്ന് പറയുമ്പോൾ അത്യാവശ്യം എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന രീതിക്ക് ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റിയും ഒന്നും വേണമെന്നില്ല. അത്യാവശ്യം എന്റെ കാര്യങ്ങൾ നടന്നു പോകണം. സ്റ്റോറേജ് ഇഷ്യൂ അല്ലാണ്ട് എന്നെ അഫക്ട് ചെയ്യരുത്. അതേപോലെ ക്യാമറേന്റെ ക്വാളിറ്റി ഇഷ്യൂസ് എന്നെ വല്ലാണ്ട് അഫക്ട്, അങ്ങനെ ഒരു ഫോൺ വേണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആദ്യം EMIക്ക് എടുക്കാന്നാണ് വിചാരിച്ചത്. എന്റെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ, വീട്ടുകാരനെ എടുത്തരണോ. അപ്പം ആദ്യം EMIക്ക് ഒക്കെ നോക്കി. പക്ഷെ EMIക്ക് എടുക്കുമ്പോൾ എന്താ പറയാ പൈസ വീണ്ടും കൂടുതലല്ലേ. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരുമ്പോൾ കൂടുതൽ പൈസ ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇന്ന ബാങ്കിന്റെ കാർഡൊക്കെ വെച്ചെടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്ന്. അപ്പൊ ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഫോണ് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അച്ഛൻ ചൂടാവുക കാര്യങ്ങളൊന്നും ചെയ്തില്ല. എന്റെ കാര്യം ആവശ്യം അത്ര ശക്തമാണെന്ന് അച്ഛന് മനസ്സിലായപ്പോൾ അങ്ങനെ അച്ഛൻ പറഞ്ഞു വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഒരു പൈസ ഉണ്ട്, അത് ഞാൻ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് തരാമെന്ന് പറഞ്ഞു അച്ഛൻ. അങ്ങനെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എനിക്ക് തന്നു. 23,000 രൂപ, ആ ഒരു സംതിങ് 23 to 25 അതിന്റെ ഇടയിൽ വരുന്ന എത്ര രൂപയ്ക്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോസ് ഞാൻ എടുക്കുന്ന ഈ ഫോൺ വാങ്ങിയത്. അപ്പം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോറേജും ഒക്കെ ഉള്ള നല്ലൊരു ഫോണാണ്. അപ്പൊ അത് വാങ്ങിച്ചു. അവിടെ നിന്നായിരുന്നു എൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയുക കോണ്ടന്റ് ക്രിയേഷന്റെ കൺസിസ്റ്റൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എന്നിട്ട് ഫോണൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ട് പറ വീഡിയോസ് എടുക്കലായിരുന്നു. എനിക്ക് എന്താ പറയുക ഞാൻ അതിലോട്ട് ഇൻവോൾവ് ആയി. ഞാൻ PGക്ക് അവിടെ അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. സെക്കൻഡ് ഇയർ മുതൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുണ്ടോ വിഷമങ്ങൾ ഒഴിച്ച് ബാക്കി സന്തോഷങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താ പറയാ ഫുഡ് കഴിക്കാൻ പോകുന്നതും എൻ്റെ ഡാൻസ് പരിപാടീസും എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഞാൻ മാക്സിമം എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടിട്ടുണ്ട്. സെക്കൻഡ് ഇയർ തുടങ്ങി കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫോണ് അച്ഛൻ വാങ്ങിച്ചത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിൽ ഏറെക്കുറെ മെമ്മറീസും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള എനിക്ക് ഒരു മൊമെന്റ് ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്ലേലിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ആൽബമാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ എന്നിട്ട് പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയ മാക്സിമം ഒരു 6 ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. കാര്യം നമുക്ക് യൂട്യൂബ് ചാനൽ സക്സസ് ആവണം വെച്ചെങ്കിൽ ഭയങ്കര നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ ഒരു 2 ആഴ്ച വിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ മാറ്റങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. വ്യൂസ് കുറയും, നമ്മളുടെ വാച്ചിങ് അവേഴ്സ് കുറയും, എല്ലാം കുറയും. അതുകൊണ്ട് ഞാൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം വീഡിയോസ് എടുക്കലും അത് അപ്ലോഡ് ചെയ്യലും ഒക്കെ ചെയ്ത് എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഒരു ദിവസം ഞാൻ മാക്സിമം ഷോർട്സ് ഇടുമായിരുന്നു. ചില ദിവസങ്ങളിൽ ഞാൻ 6 ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ എനിക്ക് ഷോർട്സ് അധികം ഇടുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. എന്ത് ബുദ്ധിമുട്ടെന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ചെങ്കിൽ യൂട്യൂബർ എന്ന രീതിക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം വെച്ചെങ്കിൽ എനിക്ക് വോയിസ് ഓവർ ആഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഫോൺ തന്നെ കിട്ടിയത് എന്തോ ഭാഗ്യം. എൻ്റെ കൂടെ മൈക്കൊന്നും എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ ഞാൻ ആഡ് ചെയ്യുക. അവിടെ ഹോസ്റ്റലല്ലേ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ബഹളായിരിക്കും പിള്ളേരെ കൊണ്ട്. സോ അതുകൊണ്ട് എനിക്ക് പകൽ സമയത്തൊന്നും വോയിസ് ഓവർ എടുക്കാൻ പറ്റില്ലായിരുന്നു. സോ ഞാൻ കാട്ടിലും മുക്കിലും ഒരു 6 മണിക്ക് ശേഷമൊക്കെ കാട്ടിലും അവിടെ കുറച്ചൊരു
ഒരു കാട് ഒക്കെ പോലത്തെ ഏരിയാസ് ഉണ്ട്. അപ്പൊ അവിടെ കുറച്ച് നിശബ്ദത ഉണ്ടാവില്ല വിചാരിച്ചാൽ അവിടെയൊക്കെ പോയിരുന്നിട്ട് വോയിസ് ഓവർ ഒക്കെ എടുക്കും. പക്ഷെ കൊതുക് കടിച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല. എന്റെ അമ്മയെ അതിന്റെ ഇടയിൽ കൂടെ ചീവിടിന്റെ ശബ്ദവും കൊതുക് കടിച്ചിട്ടൊക്കെ ആയിട്ട് ഇരുന്ന് മാന്തിയിട്ടൊക്കെ വോയിസ് ഓവർ എടുത്ത കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പിന്നെ അതിനുശേഷം എന്താ പറയാ, എല്ലാവരും ഉറങ്ങിയതിനു ശേഷം രാത്രി 2 മണിക്ക് ശേഷമൊക്കെ, അവിടെ 2 മണിക്ക് ഉറങ്ങില്ല പിള്ളേര്. ക്യാമ്പസിന്റെ പ്രത്യേകത അതാണ്, ഭയങ്കര വൈബ് ക്യാമ്പസാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പാതിരാത്രി അവിടെ പുറത്ത് മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലപോലെ വോയിസ് ഓവർ എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും 2 മണിക്ക് ശേഷം കുറച്ചെങ്കിലും ഒരു ശാന്തത ഉണ്ടാവും. സോ ആ സമയം നോക്കിയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കും. എന്നാലും ഈ ചീവീടിന്റെ ശബ്ദം ഭയങ്കരമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എന്റെ ആ സമയത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയെന്ന് മനസ്സിലാവും. ചീവിന്റെ ശബ്ദമൊക്കെ നല്ലോണം കേൾക്കാൻ പറ്റും വോയിസ് ഓവറിലൊക്കെ. അപ്പം എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു ഹോസ്റ്റലിൽ വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരുന്നത്. സോ അതുകൊണ്ട് 2 മണിക്ക് ശേഷവും എന്റെ ഉറക്കം യൂണിവേഴ്സിറ്റിയിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം എന്റെ ഉറക്കം പ്രോപ്പർ ആയിരുന്നില്ല. എനിക്ക് എന്നും തലവേദനയായിരുന്നു, ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ക്ലാസ്സിൽ പോയി കിടന്നിട്ട് ഞാൻ ഉറങ്ങും. ക്ലാസ് ഒന്നും ഞാൻ ശ്രദ്ധിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷെ എക്സാംസ് ഒക്കെ പാസ്സായി കേട്ടോ. ഞാൻ സപ്ലി അടിക്കാൻ, ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ സപ്ലി അടിക്കാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റി കൂടെ ഞാൻ കൊണ്ടുവരുന്നു. ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ വീട്ടിലവർക്കൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഞാൻ ഇനി പഠിക്കാണ്ടിരിക്കുകയോ സപ്ലി അടിക്കുമോ എന്നൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അത്രയും ടെൻഷനൊന്നും ഞാൻ കൊടുത്തില്ല. ഞാൻ സപ്ലി ഒന്നും അടിക്കാണ്ട് PG ഒക്കെ നല്ല രീതിക്ക് തന്നെ പാസ്സായിട്ടുണ്ട്. പിന്നെ അങ്ങനെ എന്താ പറയാ, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്റെ പഠിപ്പ് കഴിയാൻ കഴിഞ്ഞിട്ടുള്ള പിന്നെ എന്റെ കാത്തിരിപ്പായി. കാര്യം എനിക്ക് എങ്ങനെയെങ്കിലും ചാനൽ മോണിറ്റൈസ് ആക്കണം. അതിന് ഞാൻ ഭയങ്കര എന്താ പറയാ ഗാഢമായിട്ട് പണിയെടുക്കണം എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു നിമിഷം ഞാൻ വെറുതെ ഇരിക്കാണ്ടാണ് വീഡിയോസ് എടുക്കുക, അപ്ലോഡ് ചെയ്യുക. ഒരു മാസമൊക്കെ ഞാൻ എന്നും ലോങ് വീഡിയോസ് ഇട്ട ദിവസങ്ങളൊക്കെ ഉണ്ട്. എന്നും ഒരു ലോങ് വീഡിയോ ഒരു ദിവസം ഇടണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. അന്ന് തന്നെ വീഡിയോ എടുക്കണം, അന്ന് തന്നെ എഡിറ്റ് ചെയ്യണം, ഒക്കെ അന്ന് തന്നെ ചെയ്യണം. എന്നാലേ നമുക്ക് തമ്മിൽ സെറ്റ് ആക്കണം, ഒക്കെ അന്ന് തന്നെ ചെയ്തെങ്കിലും നമുക്ക് അന്ന് വീഡിയോസ് ഇട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഷോർട്സ് ഒക്കെ ഞാൻ ഒരു ദിവസം മാക്സിമം 6 എണ്ണൊക്കെ ഇട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി 6 മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കി എന്നുള്ളതാണ്. ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞാൻ. മോണിറ്റൈസ് ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ റിയലൈസേഷൻ എനിക്ക് കിട്ടിയത്, മോണിറ്റൈസ് ആയാലും പെട്ടെന്നൊന്നും പൈസ ഒന്നും കിട്ടില്ല. നമുക്ക് $100 ആയെങ്കിലേ അക്കൗണ്ടിക്ക് പൈസ വരുള്ളൂ എന്നുള്ളത്. അങ്ങനെ പിന്നെ അതിനുള്ള കാത്തിരിപ്പൊക്കെ ആയി. പിന്നെ അതൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഏണിങ്സ് ഒക്കെ കിട്ടി തുടങ്ങി. അങ്ങനെ യൂട്യൂബിൽ മാത്രം വർക്ക് ചെയ്യേണ്ട, നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും കൂടി വർക്ക് ചെയ്യാച്ചിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് ഇട്ട് തുടങ്ങി. 2024 ഒരു ലാസ്റ്റ് ഒക്കെ ആയിട്ട് നവംബർ ആ ഒരു മാസത്തിലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. മാഷാ അല്ലാഹ് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം നന്നായിട്ട് പോകുന്നുണ്ട്, ഇപ്പൊ യൂട്യൂബ് നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും പിന്നെ നമ്മളുടെ ഹാർഡ് വർക്കും എല്ലാം കൊണ്ട്, അതേപോലെ തന്നെ ഫാമിലിന്റെ സപ്പോർട്ടും ഒക്കെ നന്നായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഫാമിലിന്റെ സപ്പോർട്ട് ഇല്ലാച്ചെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനലൊന്നും വീട്ടിലിരുന്ന് നമുക്ക് ഈ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാന്ന് പറയുന്നത് വീട്ടുകാരെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും നടക്കൂല. കാരണം എന്റെ അമ്മേന്റെ കേസ് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ എന്താ പറയാ, ആ പണി ചെയ്യും ഈ പണി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോഴും ബുദ്ധിമുട്ടിക്കാണ്ട് അവളെ വർക്ക് ചെയ്യട്ടെ എന്നുള്ള രീതിക്ക് എന്റെ അമ്മ കണ്ണടക്കുന്നത് ഒരു വിധത്തിലൊരു സപ്പോർട്ടാണ് അല്ലേ. പിന്നെ അച്ഛന്റെ കാര്യം നോക്കുകയാണെന്നുവെച്ചെങ്കിൽ അച്ഛന് വേറെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. എന്താ പറയാ, അച്ഛന്റെ പൈസ അച്ഛന് വേറെ പല കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അച്ഛന്റെ പൈസ എനിക്കൊരു ഫോൺ ഉണ്ട്. ഈ ഫോണിന് എന്താ കുഴപ്പം? വീഡിയോസ് എടുക്കാൻ പറ്റൂല, അതിന് വേണ്ടി ഇപ്പൊ വേറൊരു ഫോൺ ഇപ്പൊ വാങ്ങിച്ചിടൊന്നും പറ്റില്ല. അതിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ ഫോൺ ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ഈ ഫോണിൽ എനിക്ക് വിളിക്കാനും വീഡിയോസ് എടുക്കാനും എന്താ പറയാ ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും, നല്ല വർക്കിംഗ് ആണ്. പക്ഷെ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ ഫോൺ പറ്റൂല. അപ്പൊ ആ കാര്യം ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനത് മനസ്സിലാവുക, അച്ഛൻ എനിക്ക് ഫോൺ വാങ്ങിച്ചിട്ടും ചെയ്തത് അച്ഛന്റെ സപ്പോർട്ടാണ്. അതുപോലെ എന്റെ വീട്ടിൽ എനിക്ക് ഏട്ടന്മാരുണ്ട്. ഏട്ടന്മാരെ പറ്റി പറയാന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അച്ഛൻ ഇങ്ങനെ വീഡിയോസ് അതൊക്കെ എടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എന്റെ ഏട്ടന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എന്താ പറയാ ഒരു സപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥയല്ലേ. സോ ഓരെ കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. ആൾക്ക് ഇഷ്ടമല്ല അവൾ ചെയ്യട്ടെ എന്നുള്ള രീതിക്ക് ഓര് നിൽക്കുന്ന ആനം കൊണ്ടാണ് എനിക്ക് ഇപ്പൊ വീഡിയോസ് എടുക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നാത്തൂന്റെ കാര്യം പറയാച്ചെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫോൺ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് എന്റെ ഫോൺ വെച്ചെടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓള് പറഞ്ഞിട്ട് ഓളെ ഫോണിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഓള് തന്നിരുന്നു. അപ്പൊ എനിക്ക് ഫാമിലിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റൂല. അപ്പോൾ എനിക്ക് എല്ലാവരോടും നല്ല കടപ്പാടുണ്ട്. എന്റെ സബ്സ്ക്രൈബേഴ്സിനോടും എന്റെ ഫാമിലിയോടും ഒക്കെ എനിക്ക് നല്ല കടപ്പാടുണ്ട്. സോ ഇപ്പൊ മാഷാ അല്ലാഹ് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലം ഉണ്ടാവുന്നൊന്നും നമുക്കിത് അറിയില്ല. പക്ഷെ ഉള്ളിടത്തോളം കാലം സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മാക്സിമം ഏൺ ചെയ്തിട്ട് പോകും. ബാക്കി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഈ പണി ഇല്ലാച്ചപ്പോൾ വേറെ പണി, അത്രേ ഉള്ളൂ. അപ്പം എന്താ പറയുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കിപ്പോ പ്രോപ്പറായിട്ട് ഇതിന് മുന്നേ എനിക്ക് ഏണിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഏൺ ചെയ്യുന്ന ഒരാളെന്നല്ല, ഞാൻ കുഞ്ഞു പണികളൊക്കെ ചെയ്യുമായിരുന്നു. അതായത് എനിക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യായിരുന്നു, പുറത്തേക്ക് ഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കായിരുന്നു. അങ്ങനെയൊക്കെ എന്റെ കയ്യിൽ ഞാൻ ഏതോ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ പൈസയൊക്കെ കുറയ്ക്കും, എന്റെ പോക്കറ്റ് മണിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ പോക്കറ്റ് മണി എന്നല്ലാതെ അതിനും കൂടുതൽ എനിക്ക് എന്താ പറയാ കുറച്ചും കൂടെ എന്റെ കാര്യങ്ങളൊക്കെ വൈഡായിട്ട് ചെയ്യാനും എന്താ പറയാ വീട്ടിലൊരുക്കും ഓരോന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ഒരു എബിലിറ്റി എനിക്ക് ഇപ്പോഴാണ് ആയെന്ന് പറയാം. 2024 അവസാനമൊക്കെ ആവാനായപ്പോഴാണ് എനിക്ക് ഏണിങ്സ് വന്ന് തുടങ്ങിയത്. അപ്പൊ ഞാൻ എന്താ പറയാ എന്റെ വീട്ടിലൊരുക്കൊക്കെ
കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് എന്റെ അച്ഛനായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീഡിയോസ് എടുക്കുന്നതിനെ പറ്റിയിട്ട് എന്റെ അച്ഛന്റെ ഇൻവോൾവ്മെന്റ് ഭയങ്കരമായിരുന്നു. എനിക്ക് ഫോൺ വാങ്ങിച്ചു തന്നേരും, അതേപോലെ തന്നെ മറ്റുള്ള അച്ഛന് പരിചയക്കാരെ കൊണ്ടൊക്കെ അച്ഛൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കായിരുന്നു. അതേപോലെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കണ്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഒക്കെ ചെയ്തായിരുന്നു ഞാൻ തുടക്കത്തിൽ. ഇപ്പോഴും കുറേശ്ശൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് കുറവാണ്. ഇപ്പൊ ഞാൻ കൂടുതലും പ്രോഡക്റ്റ് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. അപ്പൊ തുടക്കത്തിലൊക്കെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഒക്കെ ഞാൻ നല്ലോണം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ വന്നിട്ട് പറയും, എടി ഇത് വീഡിയോ എടുക്കാനുള്ള കണ്ടന്റ്, ഇത് വീഡിയോ എടുത്താൽ അത് എടുക്കടി, ഇത് എടുക്കടി പറഞ്ഞിട്ട് എന്റെ പിന്നാലെ എടുക്കുന്ന അച്ഛൻ. അങ്ങനെ അപ്പോൾ അച്ഛന് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുത്തു. അച്ഛന് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് ഒരു വാലറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാം. അതായത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംസാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പം അച്ഛനാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് വാലറ്റ് വാങ്ങിക്കൊടുത്തത്. ഞാൻ വാലറ്റ് അച്ഛന് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയാ, അച്ഛന് വാലറ്റ് ഒക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷെ മെയിൻ അത് വാങ്ങിക്കാനുള്ള ഒരു റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഏട്ടന്റെ വൈഫ് എന്തോ ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ എന്തിനോട്ടൊരു വാലറ്റ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലിങ്ങനെ ഏട്ടന്റെ പേരൊക്കെ എഴുതിയിട്ടൊക്കെ ഉള്ള ഒരു വാലറ്റ് ആയിരുന്നു. അപ്പൊ ആ വാലറ്റ് ഏട്ടൻ ഇപ്പൊ കഴിഞ്ഞ തവണ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഏട്ടന്റെ പെട്ടിയിലുണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടി എന്താ മാറ്റി പെട്ടി സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഏട്ടൻ തിരിച്ചു പോകാനുള്ള സമയമാകുമ്പോൾ നമുക്കൊക്കെ റെഡി ആക്കണല്ലോ. അപ്പൊ അച്ഛൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വാലറ്റ് കണ്ടപ്പോൾ ഏട്ടനോട് ചോദിച്ചു, എനിക്ക് ഈ വാലറ്റ് വേണോ, എനിക്ക് ഈ വാലറ്റ് ആവശ്യമുണ്ടോ എന്ന് ഏട്ടൻ ചിന്തോടിനോട് ചോദിച്ചു. അച്ഛൻ അറിയുന്നുണ്ടായിരുന്നില്ല അത് ഇങ്ങനെ പ്രിയ ഗിഫ്റ്റ് ചെയ്താണെന്ന് അച്ഛൻ അറിയുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ അത് ഇഷ്ടപ്പെട്ടപ്പോൾ അച്ഛൻ മര്യാദയ്ക്ക് ഏട്ടനോട് ചോദിച്ചു, എനിക്കിത് ആവശ്യമുണ്ടോ എന്ന് ഏട്ടൻ ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു, അച്ഛൻ എനിക്കത് ആവശ്യമുണ്ട്, അത് എനിക്ക് പ്രിയ ഗിഫ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛനോട്, അത് അച്ഛന് ഉപകാരപ്പെടില്ല, കാരണം അതിൽ ഏട്ടന്റെ പേരൊക്കെ ഉണ്ട്, അപ്പൊ അച്ഛനത് കൊടുത്താളേന്ന് പറഞ്ഞു. അത്രേ ഞാൻ പറഞ്ഞോളൂ. പിന്നെ ഞാൻ അധികം വൈകാണ്ട് തന്നെ അച്ഛന് ഈ ഒരു വാലറ്റ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കായിരുന്നു. ഒന്ന് നോക്കിയില്ല, ഒരു അടിപൊളി വാലറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് വുഡ്ലാൻഡിന്റെ ഒരു വാലറ്റ് ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാലറ്റാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ കൊടുത്തേക്കാം, താഴത്ത് വേണമെങ്കിൽ കൊടുത്തേക്കാം, ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചെന്നുള്ളതൊക്കെ ഞാൻ കൊടുത്തേക്കാം. അടിപൊളി വാലറ്റ് ആയിരുന്നു. അപ്പം അത് കൊടുത്തപ്പോൾ അച്ഛന് സന്തോഷമായി. അങ്ങനെ ഒരുപാട് സന്തോഷം കാണിക്കുന്ന ഒരാളൊന്നുമല്ല എൻ്റെ അച്ഛൻ. ഭയങ്കര പക്ഷെ കിട്ടുന്നതിൽ എല്ലാത്തിലും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. അതേപോലെ തന്നെ ഞാൻ വാലറ്റിന്റെ കൂടെ തന്നെ കാലിപ്പേഴ്സ് കൊടുക്കേണ്ട അച്ഛൻ അതിലൊരു 1000 റുപ്പീസും കൂടെ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത് അച്ഛന്. അപ്പൊ അച്ഛന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കണം എന്ന് വെച്ചാൽ അത് വാങ്ങിച്ചോട്ടെ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് അച്ഛനൊരു വാലറ്റാണ് കൊടുത്തത്. അപ്പൊ ആ വീഡിയോ ഞാൻ കൊടുത്തേക്ക്, അത് കണ്ടിട്ട് വായോട്ടാ. അച്ഛാ, ഞാനൊരു സമ്മാനം തരട്ടെ, എനിക്ക് ഒരു ഗിഫ്റ്റ് തരട്ടെ. അച്ഛനോട് പറഞ്ഞ അച്ഛൻ തലട്ടാട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ, ഒരു സമ്മാനം കൊടുക്കട്ടെ എന്ന്. കൊടുക്കട്ടെ? ആ സമ്മാനം. പൊട്ടിച്ചോക്ക്. നിങ്ങളെന്താ സൂചിപ്പിന്നൊക്കെ കുത്തിയിട്ടിരിക്കുന്നത്? തന്നെ പൊട്ടിച്ചോട്ടെ, പേഴ്സാവുന്നത് അല്ലേ? ഇത് തോന്നിയത് പേഴ്സാവല്ല, പച്ചനെന്ത് ഇഷ്ടാ കൊടുക്കുന്നത്. മുട്ടായിമൊക്കെ നോട്ടോ. ഇത് പിന്നെ ഇവിടുന്ന് വന്നതാണ് കൊറിയർ അല്ലേ? ഓൺലൈനായിട്ട് ചെയ്യിപ്പിച്ചതാ. അടിപൊളി. തിരിച്ച് ഇങ്ങനെയാണ്. നിങ്ങളെ പേരതാ, രാജൻ കെ. എത്ര ആറുണ്ട് അന്യ നോക്ക്. ഇവിടെ എത്ര ആറുണ്ട് നോക്ക്. ഇവിടെ 1 2 3 4. ഇതിൽ പൈസയൊക്കെ ഉണ്ടല്ലോ. 5. അതിലെന്താ ഉള്ള എടുക്ക്. ഇതിൽ 500 രൂപയുണ്ടല്ലോ. എന്റെ വക ഇഷ്ടത്. ശമ്പളം കിട്ടിയപ്പോ കൊറേശ്ശെ കിട്ടി തുടങ്ങിണ്ട്. കൊറേ ഉണ്ട്. 1000 ഉണ്ട്.
കിട്ടില്ല ഇത്. 1 2 3 4 5 4 വലിയ അറി. 3 വലിയ അറയും പിന്നെ കാർഡുകളൊക്കെ വെക്കണത് 10 അറ ഉണ്ട്. കാർഡൊക്കെ വെക്കണത് 10 ക്രെഡിറ്റ് കാർഡും കാർഡുകളൊക്കെ, ഫോട്ടോ വെക്കാൻ ഒരറ, പിന്നെ ചില്ലറ പൈസ ഇടാൻ ഒരു സിബിൾ അറ, പിന്നെ സിം കാർഡ് ഇടാൻ വേണ്ടിയിട്ട് 2 അറ, ഫോണിന്റെ സിം കാർഡ് ഉണ്ടല്ലോ അത് ഇടാൻ 2 അറ. അയ്യാറല്ലേ ഇതില്ലേ? എങ്ങനെയുണ്ട് അഭിപ്രായം പറയൂ. പേഴ്സിക്ക് ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി. സന്തോഷായ? നല്ല സന്തോഷായി. വൈകിട്ട് കിട്ടിയ ഒരു നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. 1000 രൂപ ഒരു പേഴ്സും കിട്ടിയത് വീട്ടിന് ഐശ്വര്യമായിരിക്കട്ടെ. നാളെ അതിൽ വരുമാനം വന്ന് കയറട്ടെ. ഓക്കെ, അപ്പം അച്ഛന് ഉള്ള ഗിഫ്റ്റ് കഴിഞ്ഞു. അടുത്ത പ്രയോറിറ്റി ഞാൻ അമ്മയ്ക്കാണ് കേട്ടോ. അമ്മയ്ക്ക് ആക്ച്വലി ഞാൻ വാങ്ങിച്ചത് ഒരു സാരി ആയിരുന്നു. പക്ഷെ ശരിക്കും ഞാൻ സാരി വാങ്ങിക്കാനല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു ഇലക്ട്രോണിക് ഐറ്റം വാങ്ങിക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വാങ്ങിക്കാൻ വേണ്ടി വിചാരിച്ച സമയത്ത് വേറെ കുറച്ച് സംഭവങ്ങൾ ഇതിന്റെ ഇടയിൽ ഉണ്ടായി. സോ അതുകൊണ്ട് അത് വാങ്ങിക്കേണ്ട, ഇപ്പൊ തന്നെ അത് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് വന്നത്. വേറെ ഒന്നുമല്ല, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമല്ല, അത് ഇപ്പൊ തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഞാൻ നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു സാരിയാണ് വാങ്ങിച്ചത്. സാരി എന്ന് പറയുമ്പോൾ എന്റെ അമ്മേന്റെ ഒരു കാര്യം പറയാൻ വെച്ചെങ്കിൽ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങിക്കൂല. ആകെ ഇന്നർവേഴ്സ് മാത്രം എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കണേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് പിന്നെ വേറെ ആരും വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ, അമ്മേനെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും വാങ്ങിക്കണേ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. സാരി അതൊന്നും ഞാൻ വാങ്ങിക്കുന്ന കണ്ടിട്ടില്ല. അപ്പം എന്താ പറയാ, എനിക്ക് ആക്ച്വലി എന്റെ അമ്മ കോട്ടൺ സാരി ഉടുത്ത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കോട്ടൺ സാരിക്കൊക്കെ നല്ല കോട്ടൺ സാരിക്കൊക്കെ വെച്ചാൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലോ, എങ്ങനെ പോയാലും 1000 മുകളിക്കുണ്ട് നല്ലൊരു കോട്ടൺ സാരിക്ക്. അപ്പൊ ഞാൻ അമ്മയോട്, അമ്മയ്ക്ക് കോട്ടൺ സാരി എടുത്തൂടേക്ക്, നമ്മൾ കോട്ടൺ സാരി എടുത്ത് കാണുന്നതാണ് ഇഷ്ടം എന്നൊക്കെ. എന്റെ അമ്മ എപ്പോഴും കുഴഞ്ഞ സാരി എടുത്തിട്ട് നടക്കാം. പക്ഷെ എന്താണ്, കോട്ടൺ സാരി കൊടുക്കുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് വൈബ് അല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോൾ എന്താ പറയാ, ഞാൻ കോട്ടൺ സാരി ഒന്നും വാങ്ങിക്കലില്ലല്ലോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് വേണ്ടി ഒന്നും വാങ്ങിക്കില്ല. ആ പൈസ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നല്ലാണ്ട്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എടുക്കാന്നല്ലാണ്ട് അമ്മ ആ പൈസ ചെലവാക്കൂല. അപ്പം അതേപോലെ അമ്മയ്ക്ക് പിന്നെ സാരികളൊക്കെ, പിന്നെ അമ്മയ്ക്ക് എവിടെ സാരികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്നതും അതേപോലെ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ ഫാമിലി റിലേറ്റീവ്സ് കൊടുക്കുന്ന സാരികളൊക്കെ ഉണ്ടാക്കി അതൊക്കെ തന്നെയുള്ളൂ. അല്ലാണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലാസ്റ്റ് വാങ്ങിച്ച ഏട്ടന്റെ കല്യാണത്തിനാണ് ഒരു സാരി, അല്ലാണ്ട് സാരി ഒന്നും വാങ്ങിച്ചതായിട്ട് എന്റെ ഓർമ്മയില്ല ഇത്രയും കാലത്തിനിടയ്ക്ക്. അപ്പം എന്താണ് ഞാൻ പറയാം, അമ്മയ്ക്ക് ഞാൻ കോട്ടൺ സാരി എടുത്തുകൂടെ, എനിക്ക് അതാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ അമ്മ എനിക്ക് എന്താ പറയാ, അതിന്റെ വില കാരണമാണോ എന്താണെന്ന് അറിയില്ല, അമ്മ അത് അങ്ങനെ വാങ്ങിക്കലില്ല. അമ്മ സാരി വാങ്ങിക്കലില്ല, അമ്മയ്ക്ക് വേണ്ടി അമ്മ ഒന്നും വാങ്ങിക്കലില്ല അങ്ങനെ. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഇനി എന്ത് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഓപ്ഷൻ വന്നപ്പോൾ എന്റെ മനസ്സിലോട്ട് വന്നത് ഒരു നല്ല കോട്ടൺ സാരി വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അമ്മേന്റെ മനസ്സ് തൃപ്തിയാവുന്ന രീതിക്ക് നല്ലൊരു കോട്ടൺ സാരി വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കോട്ടൺ സാരി വാങ്ങിച്ചു കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അച്ഛന് കൊടുത്ത പോലെ തന്നെ അമ്മയ്ക്കും ഒരു 1000 റുപ്പീസ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ എത്ര വലിയ സംഭവം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊക്കെ എത്ര വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ എനിക്ക് അവരോടൊന്നും പറയാനില്ല. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്ത് കൊടുക്കാൻ ചെയ്യില്ല, നമുക്ക് അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞാനത് കോണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിക്ക് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പൊ ഇഷ്ടമുള്ളവർ കണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ അത് കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. അത് അമ്മന്റെ മുഖത്ത്, അമ്മയും അച്ഛനും തമ്മിൽ ആ കാര്യത്തിൽ ഭയങ്കര എന്താ, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം വെച്ചാൽ അമ്മ നല്ല രീതിക്ക് അത് എക്സ്പ്രസ് ചെയ്യും. അച്ഛനാണെങ്കിൽ എന്താ പറയാ, ഒരു ചെറു പുഞ്ചിരി അങ്ങനെയൊക്കെ ഉള്ളു. അങ്ങനെ 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 ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളൊന്നല്ല. അപ്പം എന്താ പറയാ, അമ്മയ്ക്ക് കൊടുക്കുന്നതിന്റെ വീഡിയോ കണ്ടിട്ട് വാ. അവിടെ ഇരിക്കേ. ആ ഒക്കെ നിങ്ങൾക്ക് തന്നെ മതിയാ, എല്ലാതും നിങ്ങൾക്ക് തന്നെ മതിയാ. സാരിയാണല്ലോ നല്ല കഥ. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റിയെടുക്കാട്ടാ. ഞാനും അതെടുത്ത് ഇല്ലാത്തൊരു കളറാണല്ലോ. ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ നന്നായിട്ടുണ്ട്. ഒന്നാം തീയതി കൈനട്ടൊക്കെ കിട്ടി. നാളെ കൈനട്ടം നന്നായിട്ടുണ്ട്. സാരി ഒന്നും കിട്ടിയില്ല.
ഓക്കെ, അപ്പൊ അത് കണ്ടില്ലേ. അടുത്തത് ഞാൻ കൊടുത്തത് എന്റെ രണ്ടാമത്തെ ഏട്ടനായിരുന്നു. അവനക്ക് ഞാൻ കൊടുത്തത് ഒരു വാലറ്റ് തന്നെയായിരുന്നു കേട്ടോ. അച്ഛന് ഞാനൊരു ബ്രൗൺ വാലറ്റ് ആണ് കൊടുത്തത്. രണ്ടാമത്തെ ഏട്ടന് ഞാനൊരു ബ്ലാക്ക് വാലറ്റ് ആണ് കൊടുത്തത്. അതും സെയിം, അച്ഛന് കൊടുത്ത സെയിം സാധനം വുഡ്ലാൻഡിന്റെ ഒരു വാലറ്റ് ആണ്, നല്ല ക്വാളിറ്റിയിൽ ആ സെയിം സാധനം തന്നെയാണ് കൊടുത്തത്. അവന്റെ പേരൊക്കെ എഴുതിയിട്ട് അച്ഛൻ്റെയും അച്ഛന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് കൊടുത്തത്. ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അവൻ കുറച്ച് ഷയ്യ, നല്ല ഷയ്യ, വീഡിയോസിലൊക്കെ വരാൻ ഭയങ്കര ഷയ്യ. വീഡിയോ കണ്ടിട്ട് അവന്റെ മുഖമൊക്കെ മാറും ഇങ്ങനെയോ. അതുകൊണ്ട് ഞാൻ അവന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്പ്രഷൻ ഒന്നും ഇടില്ല, ചത്ത കണക്കിരിക്കും. അപ്പൊ പിന്നെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ആ വീഡിയോത്തിൽ കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ അടുത്തത് ഞാൻ കൺസിഡർ ചെയ്തത് എന്റെ നാത്തൂനിയായിരുന്നു. ഏട്ടൻ പിന്നെ ഗൾഫിലാണല്ലോ. അപ്പൊ പിന്നെ നാത്തൂന് ഞാൻ എന്താ പറയാ, അവള് പ്രസവിച്ചു കിടക്കുക, ഓളോടെയാണ്. അപ്പൊ ഓൾക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ടത് മെറ്റർണിറ്റി വെയർസ് ആണ്. അപ്പൊ ഞാൻ അവൾക്ക് എന്ത് ചെയ്തു, 2 മെറ്റർണിറ്റി വെയർസ് ആണ് വാങ്ങിച്ചത്. അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ കൊടുക്കുന്ന വീഡിയോസ് ഇല്ല, പക്ഷെ ഞാൻ അത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പൊ അതിന്റെ റിവ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അവിടെ സൈഡിൽ കൊടുക്കാം. അപ്പം അങ്ങനെ 2 മെറ്റർണിറ്റി വെയർ വാങ്ങിച്ചു. പിന്നെ എന്റെ കുഞ്ഞു പെണ്ണിന്, എന്റെ കുഞ്ഞുമുത്തിന്, ഓൾക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു. അപ്പം അത് ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം മെറ്റർണിറ്റി വെയർസ് മീഷോയിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് മീഷോന്ന് 2 മെറ്റർണിറ്റി വെയറും, കുട്ടിക്കുള്ളത് ഞാൻ എടപ്പാളൊരു ഷോപ്പിൽ നിന്ന് എടുക്കാൻ ചെയ്തത്. പക്ഷെ എന്താ പറയാ, നമ്മുടെ കുട്ടി പെട്ടെന്ന് വളരുന്നുണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ട്, മാഷാഅല്ലാ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം എടുത്ത ഡ്രസ്സ് അവൾക്ക് കറക്റ്റ് പാകമായിരുന്നു. പക്ഷെ അവള് വലുതാവുമല്ലേ, അപ്പൊ വലുതാവുമ്പോ ചിലപ്പോൾ ഒരു തവണയൊക്കെ ഇടാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ഇടാൻ പറ്റൂലല്ലോ വിചാരിച്ചിട്ട് എന്താണ് പ്രിയ പറഞ്ഞ് കുറച്ചും കൂടെ വലുത് വാങ്ങിച്ചോ എന്നുള്ളൊരു അഭിപ്രായം വന്നു. അപ്പോൾ ഒരു കുഴപ്പമില്ല, കുറച്ചും കൂടെ വലുത് വാങ്ങിക്കാന്നുള്ള രീതിക്ക് ഞാൻ എന്നിട്ട് പോയിട്ട് ഒരു വയസ്സിന്റെ ഡ്രസ്സ് എടുത്ത്, മറ്റേത് എത്രയാ 3 മാസത്തിന്റെ അങ്ങാണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. 3 മാസത്തിന്റെ 6 മാസത്തിന്റെ ആയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ മാറ്റിച്ചിട്ട് രണ്ടാമത്തെ ഒരു ഡ്രസ്സ് ഒരു ഉടുപ്പാണ് എടുത്തത്. ഫസ്റ്റ് ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേക പാറ്റേൺ ആയിരുന്നു. അതിന്റെ ഒരു വള്ളി ഉണ്ടല്ലോ, എനിക്ക് സംസാരിച്ചോണ്ടൊക്കെ വെള്ളമൊക്കെ പറ്റി ഗൈസ്. ഞാൻ ഇത്രയും ഇങ്ങനെ ഇത് സംസാരിക്കാറില്ല, അതുകൊണ്ടാ. അപ്പൊ ആ ഫസ്റ്റ് ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് അത് മാറ്റിച്ചിട്ട് ഒരു ഫ്രോക്കാണ് എടുത്തത്. അങ്ങനെ അപ്പൊ കുട്ടിക്കുള്ളത് കഴിഞ്ഞു. പിന്നെ അടുത്തത് എന്റെ കസിനാണ് കേട്ടോ. അവളെ പറ്റി പറയാനാണെന്ന് വെച്ചെങ്കിൽ, എനിക്ക് എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങി തുടക്കം മുതൽ അവസാനം വരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ ഒരു നല്ല പ്രയോറിറ്റി ഉള്ള ഒരാളാണ് എന്റെ കസിൻ എന്ന് പറയുന്നത്. എന്റെ മാമന്റെ മോളാണ്, ദിവിഷ്ണ എന്ന പേര്, പക്ഷെ നമ്മൾ ചിക്കുന്ന വിളിക്കുക. അപ്പം ഓളാരും പറയാന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ പ്രയോറിറ്റി ഇപ്പൊ ഈ പറഞ്ഞ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത ആൾക്കാരൊക്കെ തുടക്കം മുതൽ അവസാനം വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇവള് എന്റെ വീട്ടിലുള്ളതല്ല, ഞാൻ പറഞ്ഞല്ലോ എന്റെ മാമന്റെ മോളാണ്. അപ്പൊ പുറത്തുനിന്ന് ഒരാളെ, പുറത്തുനിന്ന് പറയാൻ പറ്റില്ല, എന്റെ ഫാമിലിയാണ് കേട്ടോ. അപ്പോ നമ്മുടെ വീട്ടിലുള്ള ഒരാളല്ല എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. എന്റെ മാമന്റെ മോള്, എന്റെ കസി, നമ്മളെ ഫാമിലിയിലും എന്റെ കുടുംബം. അപ്പം ഓളുടെ കേസിൽ പറയാച്ചെങ്കിൽ, ഓള് എനിക്ക് തുടക്കം മുതൽ അവസാനം വരെ എടി എനിക്ക് ആ കണ്ടന്റ് ചെയ്തൂടെ, എനിക്ക് ഈ കണ്ടന്റ് ചെയ്തൂടെ, എടി ഇത് ചെയ്യടി, ഇത് ഉണ്ടാകുന്ന വീഡിയോ ചെയ്യടി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓരോന്ന് അയച്ചാലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. എന്റെ കസിൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. ഓളെ കൊണ്ട് എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ ഓളെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ഞാൻ പ്രോഡക്റ്റ് റിവ്യൂസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലിങ്ക് ഒക്കെ അയച്ചു തരായിരുന്നു, ഈ ഡ്രസ്സ് റിവ്യൂ ചെയ്തത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് എന്താ പറയാ, കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓളെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൾക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ ഇഷ്ടത്തിന് എടുത്താണ് കേട്ടോ. ഓളുടെ ഇഷ്ടത്തിന് എടുത്ത ഡ്രസ്സാണ്. ഞാൻ എന്റെ സെലക്ഷൻ ഒന്നല്ല, ഓൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഓളുടെ വിഷ് ലിസ്റ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അപ്പൊ ആ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു, അത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. പിന്നെ ഓൾക്ക് വാങ്ങിക്കുമ്പോൾ എന്താ പറയാ, ഓൾ അനിയത്തിക്ക് വാങ്ങിക്കണ്ടേ, ഓളും ജാസി തന്നെയല്ലേ. അപ്പോ ഓൾക്ക് മാത്രമായിട്ട്, മൂത്തോൾക്ക് മാത്രമായിട്ട് എങ്ങനെ വാങ്ങിക്കുക, അപ്പൊ ഓൾക്ക് സങ്കടം, രണ്ടാമത്തോൾക്ക് സങ്കടം അറിയില്ലേ. അപ്പൊ ഞാൻ ഓൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. അത് ഞാൻ ഓളോട് തന്നെ, ചിക്കുനോട് തന്നെ ചോദിക്കുക ചെയ്തേടി, ദീദുവിനെ പറ്റിയൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തായോ എന്ന് പറഞ്ഞപ്പോൾ ദീദുവിന് പറ്റിയത് ഓൾ അയച്ചെന്ന്. അപ്പം അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും വാങ്ങിച്ചു. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വാങ്ങിക്കുമ്പോൾ ഒരു ചെറുതുണ്ട് അവിടെ, ചിക്കുവിന്റെ മകള്, അവളെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓൾക്കും കൂടി ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. അതും ചിക്കുവിന്റെ ഇഷ്ടത്തിന് തന്നെയാണ് കേട്ടാ. കാര്യം ഞാൻ പിള്ളേരുടെ ഡ്രസ്സൊന്നും അങ്ങനെ നോക്കി വെക്കാറില്ല, എന്താ പറയാ, മീഷോയിലൊന്നും. അപ്പോൾ ഓളാകുമ്പോൾ പിന്നെ കുട്ടികളുണ്ട്, ഓൾ എന്തായാലും ഓൾക്ക് പറ്റി കുട്ടിക്കുള്ളതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞിട്ട് ഓൾക്ക് പറ്റിയ ഡ്രസ്സും കൂടി അയച്ചാൽ പറഞ്ഞപ്പോൾ ഓള് ഡ്രസ്സിന്റെ ലിങ്ക് അയച്ചെന്നും അങ്ങനെ ഞാൻ അത് ഓർഡർ ചെയ്ത്. അങ്ങനെ ഇത്രയൊക്കെയാണ് ഞാൻ ഗിഫ്റ്റ് എന്ന രീതിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതും കൊടുത്തതൊക്കെ. പിന്നെ ഞാൻ എൻ്റെ അമ്മമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം, പഠിക്കണം, ജോലി ചെയ്യണം, വരുമാനം ഉണ്ടാവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മെയിൻലി ഞാൻ അതിലോട്ട് ഇൻവോൾവ് ആയത്. ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ ജോലി ചെയ്യണം, കയ്യിൽ പൈസ ഉണ്ടാവണം, ഇൻഡിപെൻഡന്റ് ആയി നിൽക്കണം, ആരും പിന്നാലെ നടക്കരുത് പൈസക്ക് വേണ്ടിയിട്ട്, ആരും പിന്നാലെ നടക്കേണ്ട ഒരു അവസ്ഥ വരരുത് പൈസക്ക്. അങ്ങനെ ഭയങ്കര നല്ല ചിന്താഗതിയുള്ള ഒരമ്മമ്മയാണ് എൻ്റെ അമ്മയുടെ അമ്മ എന്ന് പറയുന്നത്. അപ്പൊ മുപ്പത്തേർക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ മുപ്പത്തേർക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്രയൊക്കെ ഉള്ളൂ. എന്താ പറയാ, എനിക്ക് ഏർണിങ്സ് കിട്ടിയതിൽ എന്റെ സന്തോഷത്തിനും അവരുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ വഴിയെ ഞാൻ അറിയിക്കുന്നുണ്ട്. അപ്പം
ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ ചിലപ്പോൾ എൻ്റെ മുഖത്ത് സന്തോഷങ്ങൾ കണ്ടില്ല എന്നൊക്കെ വരും. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ഉണ്ട്. നമ്മളെ സന്തോഷങ്ങൾ മറ്റുള്ളവരെ നമ്മൾ അറിയിക്കണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് ആക്ച്വലി എനിക്കുള്ളത്. പക്ഷെ എന്നെ കൊണ്ട് പറയാതിരിക്കാനും പറ്റില്ല. എന്തിനാ ഇപ്പൊ അറിയിക്കാണ്ടിരുന്നിട്ട് എന്നുള്ള തോട്ടം വരും, അതേപോലെ തന്നെ ഇതൊക്കെ എന്തിനാ അറിയിക്കണം എന്നുള്ള തോട്ടം വരും. അങ്ങനെ മൊത്തത്തിലൊരു മിക്സ്ഡ് പരിവാണ് എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ അറിയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് പറയാന്ന് വിചാരിച്ചു. നിങ്ങളോടല്ലാണ്ട് പിന്നെ ആരോടൊക്കെ പറയാ. ഓക്കെ, അപ്പൊ എനിക്ക് എത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടും ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ ഇഷ്ടപ്പെടാത്തവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങള്, നിങ്ങളുടെ ഇഷ്ടക്കേടുകളൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. സോ എല്ലാം നല്ലതിന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഇന്നൊരു മോശം സമയം ഉണ്ടായിട്ടുള്ള വെച്ചെങ്കിൽ നാളെ അത് വേറൊരു നല്ല കാര്യത്തിൽ നിന്ന് വിശ്വസിക്കുന്ന, ഞാൻ ആ കാര്യത്തിൽ അത്രയും വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ വളരെയധികം റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇന്നൊരു മോശം സമയം ഉണ്ടായി, ഇന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു നല്ല കാര്യത്തിനാണ് എന്നുള്ളതിന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തെളിവ് ഉൾപ്പെടെ എന്താ പറയാ അത്രയും ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ് സംഭവം. ആ ഒരു മൊമെന്റിൽ നമുക്ക് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാകും. എൻ്റെ യൂട്യൂബ് ജീവിതത്തിലായിക്കോട്ടെ, ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് ഞാൻ കരയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് വേറൊരു നല്ല ദിവസത്തിന് വേണ്ടിയിട്ട്, വേറെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും അതേപോലെ എനിക്ക് അതൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ. നിങ്ങൾക്കും നല്ല നല്ല ജീവിതങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല സന്തോഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഞാനിപ്പോൾ നല്ല ഹാപ്പിയാണ്, നല്ല സന്തോഷത്തിലാണ്. മാഷാ അല്ലാ. അത് നിലനിന്ന് പോകുന്നിടത്തോളം നിലനിന്ന് പോട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ എന്നെ മറക്കാതെ ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും ഒക്കെ ചെയ്യണം. ബൈ.